ഹായ്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതുണ്ടല്ലോ, ഇതിന് മുമ്പ് ഞാനൊരു 10 മണി നട്ടീനല്ലോ. അപ്പോൾ ഞാൻ നഴ്സറി പോയപ്പോൾ 10 മണിയും ഒരു റോസും ഒരു അടീനിയും വാങ്ങിക്കണമെന്ന് പറഞ്ഞിനി. അപ്പം അത് നടുകയാണ് കേട്ടോ. അടീനിയത്തിനുള്ള പോട്ട് മിക്സായിട്ട് തയ്യാറാക്കിക്കണത്. അതിൽ പെർലൈറ്റൊക്കെ ഇട്ടിക്കണം. കാരണം ഈ ഒരു അടീനായിട്ടാണ് വാങ്ങിയത്. പെർലൈറ്റ് ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം വലിച്ചെടുക്കും കേട്ടോ. വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലുമൊക്കെ കൂടുതൽ നമ്മൾ നനയ്ക്കുമ്പം വെള്ളം അധികമായാലൊക്കെ ഈ പെർലൈറ്റ് ഉണ്ടായതുകൊണ്ട് ഒരുവിധം ചീയൽ രോഗത്തിനൊക്കെ സഹായിക്കും കേട്ടോ. പിന്നെ അടീനിയം പറയുന്നത് പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നൊരു ചെടിയാട്ടോ. കാരണം വെച്ചാൽ അത് വെള്ളം കുടിച്ചാൽ അതിൻ്റെ കടഭാഗം പെട്ടെന്ന് ചീഞ്ഞ് പോകും. അപ്പോൾ നമ്മൾ നനയ്ക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം അതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നട്ടേച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടോ. പിന്നെ പിറ്റേന്നാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അന്ന് എനിക്കത് ഫുള്ളാക്കാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് ഞാൻ ഈ റോസാട്ടോ നടണത്. അപ്പോൾ ഇന്നലെ നട്ടച്ച അടീനിയാട്ടോ അത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ റോസിന് നടാം. ഇതൊരു മഞ്ഞ റോസാട്ടോ. പിന്നെ അത് കളറ് മാറിയാണ്ട് ഒരു ഓഫ് വൈറ്റിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ ഫ്ലവർ. നാടൻ റോസാണ് കാണാൻ. ബഡ് റോസ് ഒന്നും വാങ്ങിയിട്ട് കാര്യമില്ല. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ ഇവിടുന്ന് വെച്ചാലും അങ്ങനെ വല്ലാതെ ഉണ്ടാവില്ല. നാടൻ റോസ് ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഈ കുരുടിപ്പൊക്കെ ഈ റോസിന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനതിൽ നിന്ന് പരമാവധി മണ്ണൊക്കെ കളഞ്ഞ് പിന്നെ പോട്ടി മിക്സൊക്കെ അങ്ങനെ ലൂസ് മിക്സാട്ടോ, ലൂസ് പോട്ടി മിക്സാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം വെച്ചാൽ മണൽ അധികം ആഡ് ചെയ്തിരിക്കണം. അപ്പം വെള്ളം പെട്ടെന്ന് അതിങ്ങനെ പോട്ടിലേക്ക് വെച്ചതിലേക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്നൊന്നും ചീഞ്ഞ് പോവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വേര് നല്ല ഇളക്കല്ല മണ്ണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് നട്ടച്ച് പിന്നെ ഞാൻ ഈ നട്ടച്ച അടീനിയല്ലേ അതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഞാൻ ഈ റോസും കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ളം എടുത്താണ്ട് റോസിനും ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ഇന്നലെ നട്ട അടീനിയത്തിനും ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ നട്ട പാടെ നമ്മൾ പോട്ടി മിക്സിലൊക്കെ ചാണകം ഒഴിക്കണോണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കൽ നിർബന്ധം കേട്ടോ. ഇതാണ് നമ്മളെ അടീനിയത്തിൻ്റെ സീഡ് കേട്ടോ. എനിക്കൊരു താത്ത തന്നതാണ് കേട്ടോ. പക്ഷെ ഉണ്ടാവില്ലെന്ന് അറിയില്ല. അത് ശരിക്കും മൂത്തിട്ടില്ല. അതങ്ങനെ തന്നെ വെച്ചേക്കണം കേട്ടോ. ഞാൻ അതൊന്നും വിത്ത് കിട്ടുന്നുണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് കാണാം. ഞാൻ ഈ നട്ട് കൊടുക്കണത് എൻ്റെ അടുത്തൊരു ക്യാപ്സിക്കത്തിൻ്റെ സീഡാണെന്ന് പറഞ്ഞാണ്ട് എനിക്ക് നിലമ്പൂർ പാട്ടിന് ഒരു വിത്ത് കിട്ടീനി. അപ്പോൾ അത് പാകിയപ്പം അതിന്ന് കിട്ടിയ ഇതാണ് തൈയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട്. അപ്പം ഇന്ന് ക്യാപ്സിക്കാണല്ലോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഞാനതൊരു ചെറിയ കൂട്ടിൽ അതിന് നട്ടേച്ചിട്ടോ. നമുക്കത് ഉണ്ടായിട്ട് ഇമ്മേൽ കാ പിടിക്കുമ്പോൾ ക്യാപ്സിക്കാണോ അതോ സാധാ മുളകാണോ ഒക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയി തുടങ്ങിയിരിക്കണം കേട്ടോ. എനിക്കില്ല അടുത്തുള്ള പണി എന്താ പറയുക, ഞാനൊരു പുലാസാൻ്റെ തൈ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാ വർഷവും ഓരോന്നും ഇങ്ങനെ നട്ടു കൊടുക്കും കേട്ടോ. ഇപ്പം എന്താ പറയുക, മണ്ണ് നല്ലോണം ഉറച്ചിക്കണം. അപ്പം കൊത്തിയിട്ടൊന്നും എനിക്ക് വേയിക്കണില്ല കേട്ടോ. ഞാൻ പിന്നെ ലാസ്റ്റ് എന്തൊക്കെയോ കാട്ടി ഒരു വലിയൊരു കുഴി എടുക്കണമല്ലോ, കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ആയിട്ട് കുയ്യുത്തുന്നത്. എല്ലാ വർഷവും ഓരോ തൈകൾ ഞാൻ നടലുണ്ട്. അപ്പം ഈ വർഷം എന്തെങ്കിലുമൊക്കെ നടേണ്ട എഴുതിയാണ്ട് പുലാസാൻ്റെ തൈയാട്ടോ നടണത്. എനിക്ക് വലിയ തൈയാണ്, എനിക്ക് കഴിയണില്ല കേട്ടോ. ഞാൻ ചാണകവും പിന്നെ അതേമാതിരി ഇത്തളും എല്ലുപൊടിയും എല്ലാം മിക്സും ഇട്ടാണ്ട് ഞാൻ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം അത്യാവശ്യം വലിയൊരു കുഴി എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി കുഴി ഞാൻ എടുത്തിക്കണം കേട്ടോ. കാരണം വേയിക്കണില്ല, മണ്ണൊക്കെ ഉണങ്ങി കിടക്കില്ലേ, എങ്ങനെയായിട്ട് വേയിക്കില്ല. കുറേ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാട്ടോ ഞാനത് ഇതാക്കണത്. പിന്നെ അതിൻ്റെ കവറൊക്കെ കീറിയാണ്ട് ഞാൻ അതാ കുയിലേക്ക് ഇറക്കിയൊക്കെ കേട്ടോ. എന്നോട് നേഴ്സറിത്തെ ചേട്ടൻ പറഞ്ഞതിന് നല്ല അത്യാവശ്യം 2 അടി ആഴത്തിലുള്ള കുഴി വേണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് 2 അടി ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു കുഴിയാണ്ട് കുഴിച്ചിക്കണ്. ഏതായാലും നമ്മൾ എല്ലാ വർഷവും നടണല്ലോ. അപ്പോൾ പുലാസാന് വെക്കാൻ വിചാരിച്ചിട്ട് ഇതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം പുലാസാൻ നട്ടീനി. പക്ഷെ അത് ഞാനില്ലാത്തതുകൊണ്ട് എനിക്ക് വീട്ടിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ കുഞ്ഞ് തയ്യേനിട്ട് അത് വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ നനക്കാതെ കഴിയാണ്ട് പെട്ടെന്ന് അതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞ് പിന്നെ അത് ഏതായാലും ഇതിനെ ഞാൻ മണ്ണിട്ടൊക്കെ മൂടി നട്ടുട്ടോ. ഇതിനൊക്കെ അത്യാവശ്യം വെള്ളം വേണ്ടതില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ലീഫൊക്കെ വേഗം കരിഞ്ഞു പോകും. പിന്നെ കുറച്ച് വലിയ പ്ലാന്റ് കേട്ടോ. 3 വർഷം കൊണ്ട് കായ്ക്കുന്നാണ് പറയണത്. ഓരോ വർഷം ഓരോ ഫ്രൂട്ട് തൈകൾ ഇങ്ങനെ നടും കേട്ടോ. അപ്പോൾ അതിന്മേൽ ഫ്രൂട്ടൊക്കെ ഉണ്ടായി കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. പിന്നെ എൻ്റെ ചക്ക 2ാമതും കായ്ച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം. ഇഷ്ടമായിരിക്കണം ലൈക്ക് ചെയ്യണം കേട്ടോ, കൂടെ കൂട്ടണേ.